എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ തന്നെ റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ, അതുപോലെ തന്നെ സ്കോൾ കേരള, അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി, അതായത് പിഴ ഇല്ലാതെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ഇന്നാണ്, അതായത് നവംബർ 18ആണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ അതായത് ചെറിയൊരു പൈസ ഫൈനായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ എത്ര രൂപയാണ് ഫൈൻ എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ഏതൊക്കെ ഡേറ്റുകളാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇനി ഉള്ളത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പിഴ ഇല്ലാതെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതായത് നവംബർ 18-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പിഴ കൂടാതെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. പിന്നീട് നവംബർ 20-ാം തീയതി വരെ, അതായത് 18-ന് ശേഷം പിന്നീട് 20-ാം തീയതി വരെ 20 രൂപ ഫൈനോടുകൂടി അപേക്ഷ സമർപ്പിക്കാം. അതായത് എത്ര രൂപയാണോ ഫീസ് അതിനോടൊപ്പം 20 രൂപ കൂടി എക്സ്ട്രാ ആയിട്ട് നൽകിക്കൊണ്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. അതിനുശേഷം 20-ാം തീയതിക്ക് ശേഷം പിന്നീട് 23-ാം തീയതി വരെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു അപേക്ഷാ ഫീസിനോടൊപ്പം 20 രൂപ ഫൈനും, അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു 20-ാം തീയതിക്ക് ശേഷം പിന്നീട് എത്ര ദിവസം വൈകുന്നുവോ ഓരോ ദിവസത്തിനും 5 രൂപ എക്സ്ട്രാ വെച്ചിട്ട് അടക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ നിങ്ങൾ 21-ാം തീയതിയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 20 രൂപ ഫൈനിനോടൊപ്പം 5 രൂപ കൂടി, അതായത് എക്സ്ട്രാ 5 രൂപ കൂടി കൂടും. അതായത് ഒരു ദിവസം എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ് ഒരു 5 രൂപ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ 23-ാം തീയതി വരെ ഓരോ എക്സ്ട്രാ വരുന്ന ദിവസത്തിനും 5 രൂപയും, അതുപോലെ തന്നെ ഈ ഒരു കോമൺ ആയിട്ടുള്ള ഫൈനായിട്ടുള്ള 20 രൂപയും കൂടി നിങ്ങൾ ആകെ അടക്കുന്ന ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് അടക്കേണ്ടതായിട്ട് വരും. ഇനി അതിനുശേഷം 23-ാം തീയതിക്ക് ശേഷം പിന്നീടാണ് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ 28-ാം തീയതി വരെ, അതായത് നവംബർ 28-ാം തീയതി വരെ നിങ്ങൾ എത്ര രൂപയാണോ ഫീസ് അടക്കുന്നത് ആ ഒരു ഫീസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് 600 രൂപ കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾ എത്ര രൂപയാണോ ഫീസ് അടക്കുന്നത് അതിനോടൊപ്പം ഫൈനായിട്ട്, സൂപ്പർ ഫൈനായിട്ട് 600 രൂപ കൂടി നിങ്ങൾ 28-ാം തീയതി വരെ, അതായത് നവംബർ 28-ാം തീയതി വരെ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് അത്ര വരെയാണ് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക. പിന്നീട് ഈ ഒരു അപേക്ഷ നൽകാനുള്ള ഡേറ്റ് നീട്ടുകയാണെങ്കിൽ മാത്രമാണ് പിന്നീട് സൂപ്പർ ഫൈനോടുകൂടി, അതായത് 600 രൂപ ഫൈനോടുകൂടി വീണ്ടും ആപ്ലിക്കേഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ച് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നവംബർ, അതായത് 23-നുള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ നേരത്തെ നൽകിക്കഴിഞ്ഞാൽ അത്രയും ഫൈൻ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 28-ാം തീയതി വരെയാണ് 600 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് അതായത് നവംബർ 28-ാം തീയതി വരെയാണ് 600 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു +2-ൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് ജനുവരി 2025 ജനുവരി 22-നാണ് പ്രാക്ടിക്കൽ പരീക്ഷ ആരംഭിക്കുന്നത്. പിന്നീട് നിങ്ങളുടെ ഈ ഒരു തിയറി എക്സാം ആരംഭിക്കുന്നത് +2-ന് 6-ാം തീയതിയും, അതുപോലെ തന്നെ +1-ന് ആണെങ്കിൽ ഈ ഒരു 3-ാം തീയതിയാണ്, അത് മാർച്ച് ആണ്. അത് +2-നല്ല, +1-ന് 6-ാം തീയതിയും അതുപോലെ തന്നെ +2-ന് 3-ാം തീയതിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിലാണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. കാരണം 20 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു നവംബർ 20 വരെയും ഈ ഒരു 20 രൂപ ഫൈൻ പ്ലസ് പിന്നീട് വരുന്ന ഓരോ ദിവസത്തിനും 5 രൂപ വെച്ചിട്ട് ഈ ഒരു നവംബർ 23-ാം തീയതി വരെയും, പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു നവംബർ 28-ാം തീയതി വരെ 600 രൂപ സൂപ്പർ ഫൈൻ പ്ലസ് ഫീസോടുകൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫൈനൊന്നും നൽകാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ നൽകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ +1-ലെ ആ ഒരു മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു +1-ലെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയുമാണ് നൽകേണ്ടത്. അത് മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പിയാണ്, അതുപോലെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയുമാണ് ഇതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മുൻ പരീക്ഷ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്ക് ഷീറ്റിൻ്റെ കോപ്പിയാണ് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് കയ്യിലുണ്ടാവില്ല. ഹാൾ ടിക്കറ്റ് കയ്യിലില്ല എങ്കിൽ മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാൽ മതി. മാർക്ക് ലിസ്റ്റ് കയ്യിലില്ല എങ്കിൽ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുത്തിട്ട് പോയിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൻ്റെ കോപ്പിയാണ് ഇതിനോടൊപ്പം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഫീസ് നോക്കാം.
അപ്പോൾ ഫീസ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 240 രൂപ, അതുപോലെ തന്നെ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ 270 രൂപയാണ് വരിക. അതായത് 40 രൂപ 240നോടൊപ്പം ഈ ഒരു 30 രൂപ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതിയ ശേഷം പിന്നീട് മാർക്ക് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പരീക്ഷ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും ആബ്സെൻ്റ് ആയ വിഷയം എക്സ്ട്രാ ആയിട്ട് അതിനോടൊപ്പം എഴുതുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണെങ്കിൽ 175 രൂപയാണ് ഫീസ് വരിക. അതായത് പ്രാക്ടിക്കൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 175 രൂപ വരും. അതായത് 25 രൂപ പ്രാക്ടിക്കലിൻ്റെതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്നില്ല എങ്കിൽ 150 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരിക. ഇതിനോടൊപ്പം എക്സ്ട്രാ സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് 40 രൂപയും വരും. ഇനി നിങ്ങൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ 2 വർഷത്തെ ഒരു സെയിം സബ്ജക്റ്റ് തന്നെയാണ് എഴുതുന്നതെങ്കിൽ 225 രൂപ, അല്ലെങ്കിൽ ഒരു വർഷത്തേതായിരുന്നാലും അല്ലെങ്കിൽ +1ലെയായാലും +2ലെയായാലും അല്ലെങ്കിൽ +1ലെയും +2ലെയും സെയിം സബ്ജക്റ്റ് ആയിരുന്നാൽ നിങ്ങൾക്ക് ആകെ വരുന്നത് എങ്ങനെയായിരുന്നാലും ഒരു സബ്ജക്റ്റിന് 225 രൂപ ആണ് വരിക. ഒരു സബ്ജക്റ്റിന് 225 രൂപ. എത്ര സബ്ജക്റ്റാണോ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റുകളുടെ എണ്ണത്തെ 225 കൊണ്ട് ഗുണിച്ചാൽ ആ ഒരു കിട്ടുന്ന പൈസ എത്രയാണോ അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു 50 രൂപ +1 +2 സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് കൂടി നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ 225 രൂപ പ്ലസ് അതിനോടൊപ്പം ഒരു വിഷയമാണ് എഴുതുന്നതെങ്കിൽ 225 രൂപ പ്ലസ് 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. നിങ്ങളിപ്പോൾ +1 കെമിസ്ട്രിക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ +2ലേക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ഏത് വർഷത്തേതാണോ തോറ്റുള്ളത് അത് എഴുതുക. അല്ലെങ്കിൽ 2 വർഷത്തെയും തോറ്റിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെയും പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ. അത് നിങ്ങളിപ്പോൾ +1 ഇമ്പ്രൂവ്മെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമാണെങ്കിൽ ഏത് വർഷത്തേതാണ് +1ലെയും +2 എഴുതുന്നുണ്ടെങ്കിൽ +1 +2 കമ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ മാർച്ച് 2024, അല്ലെങ്കിൽ സേ ആണെങ്കിൽ സേ. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെൻറ്റർ നമ്പർ ആൻഡ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് എക്സാം സെൻറ്ററിൻ്റെ ഏത് സ്കൂളിലാണോ എക്സാം എഴുതുന്നത് ആ സ്കൂളിന് ഒരു കോഡ് ഉണ്ടാവും. അപ്പോൾ സ്കൂളിലെ കോഡാണ് സെൻറ്റർ നമ്പർ. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരാണ് നെയിം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ച് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രീം ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി, അതുപോലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ആർട്ട് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഇക്വലൻസി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി ടിക്ക് ചെയ്ത് കൊടുക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആപ്ലിക്കേഷൻ ഫോം സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം സ്കൂളിൽ നിന്ന് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഹയർ സെക്കൻഡറിയുടെ ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡീഷണൽ മാത്സ് ഒക്കെ വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ഫോമാണ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതർ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഏതാണോ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ ഏതാണെന്ന് അനുസരിച്ച് കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് പ്രിൻ്റ് എടുത്ത ശേഷമാണ് ഈ ഒരു ഫില്ലിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂൾ ഗോയിങ് ആണോ, അതായത് ആദ്യമായിട്ട് ഈ ഒരു +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ ഗോയിങ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്കോൾ കേരള ആണെങ്കിൽ അത് കമ്പാർട്ട്മെൻറ്റ്, അതായത് +2 ഫെയിൽഡായ ശേഷം +1 +2 പരീക്ഷ ഇതിലേതെങ്കിലും ഒക്കെ ഇത് ജയിക്കാനായിട്ട് നോക്കുന്ന വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണ് അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലാറ്ററൽ എൻട്രി, സ്പെഷ്യൽ കാറ്റഗറി, അതർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏതാണ് അതനുസരിച്ച് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്കീം ചോദിക്കുന്നുണ്ട്. സ്കീം അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കീം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ന്യൂ സ്കീമാണോ അല്ലെങ്കിൽ ഓൾഡ് സ്കീമാണോ ഏതാണെന്നുള്ളത് നിങ്ങളുടെ മുൻ വർഷത്തെ ഹോൾ ടിക്കറ്റ് പരിശോധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഏത് സ്കീമാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. അപ്പോൾ മുൻ വർഷത്തേക്ക് വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തൊക്കെ ആണെങ്കിൽ ന്യൂ സ്കീം ആയിരിക്കും. അപ്പോൾ അതിനും മുൻപത്തെ വർഷത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ ചോദിച്ച ശേഷം മാത്രം സ്കീം ഫില്ല് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ് ചോദിക്കേണ്ട, അവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇനീഷ്യൽ എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ചോദിക്കേണ്ടത് അതിവിടെ എഴുതുക. അതിനുശേഷം കമ്മ്യൂണിറ്റി SC ആണോ ST ആണോ OIC ആണോ OBC ആണോ അല്ലെങ്കിൽ അതർ ആണോ എന്ന് ചോദിക്കേണ്ടത്. അതർ എന്ന് പറഞ്ഞാൽ മറ്റു വിഭാഗം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതാണ് അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ SSLCയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ +1 വിദ്യാർത്ഥികൾ ആണെങ്കിലാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മന്ത് ആൻഡ് ഇയർ, അതുപോലെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ ഏത് വർഷമാണ് ഏത് മാസമാണ് പാസ്സായിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പർ, സ്കോൾ കേരള നമ്പർ, KSLM രജിസ്ട്രേഷൻ നമ്പർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ വർഷത്തെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കോൾ കേരളയുടെ ആ ഒരു അഡ്മിഷൻ നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോ എന്നുള്ള ആ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ ഈ ഒരു സ്കോൾ കേരള നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ
കാണാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അപ്പിയറൻസ് ഓഫ് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സബ്ജക്റ്റ് അപ്പിയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് സബ്ജക്റ്റ് അപ്പിയറിംഗ് അല്ല, നിങ്ങൾ ഈ ഒരു അവസാനമായിട്ട് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് എപ്പോഴാണ്, അപ്പോഴുള്ള രജിസ്റ്റർ നമ്പർ, ഏത് വർഷമാണ്, ഏത് മാസമാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ ഏത് വർഷമാണ് നിങ്ങൾ അവസാനമായിട്ട് ഈ ഒരു +1 +2 പരീക്ഷ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് എഴുതിയിട്ടുള്ളത്, അതുപോലെ ഏത് മാസമാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് വരിക. പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. പാർട്ട് 3 ബാക്കി സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ പരീക്ഷ എഴുതുന്നത് അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എഴുതുക. അത് രണ്ടും എഴുതുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഫില്ല് ചെയ്യേണ്ടതില്ല. ഇവിടെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഏതൊക്കെയാണ് എഴുതുന്നത് അതനുസരിച്ച് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ മലയാളം, അതുപോലെ തന്നെ തമിഴ്, കന്നഡ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ തിയറി പാർട്സ് നിങ്ങൾക്ക് മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതിലാണ് എഴുതുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് അപ്പിയറൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ +1 ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടതില്ല. +2 വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം, അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് പരീക്ഷ എഴുതുന്നത്, പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, അതുപോലെ പാർട്ട് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ മന്ത് ആൻഡ് ഇയർ, അതുപോലെ തന്നെ ഇവിടെ പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പാർട്ട് 3ലാണ് വരിക. അതുപോലെ തന്നെ ഇവിടെ എലിജിബിൾ ഓർ നോട്ട് എലിജിബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് അത് എലിജിബിൾ ആണോ നോട്ട് എലിജിബിൾ ആണോ എന്ന് എഴുതേണ്ടത്. നിങ്ങൾ സാധാരണ ഇപ്പോൾ +2 ആദ്യമായിട്ട് എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ഗ്രേഡ് ഓർ സ്കോർ ഒബ്റ്റൈൻഡ് എന്ന് ചോദിക്കുന്നത്. അവിടെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടോട്ടലായിട്ട് ഏത് ഗ്രേഡാണ് കിട്ടിയത്. സാധാരണ D ഗ്രേഡ് കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ D ഗ്രേഡ് എന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ +2 ആദ്യമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഫില്ല് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് അവിടെ എത്ര മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ട് കിട്ടിയത് എഴുതാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ TE മാർക്കിനത്തിൽ കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് അനുസരിച്ച് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അവിടെ എഴുതാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത് നിർബന്ധമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ളത് ഫീ ഡീറ്റെയിൽസിൻ്റെതാണ്, അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വല്ല ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്നാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നുള്ളതും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ SC/ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ +1 അല്ലെങ്കിൽ +2 പരീക്ഷ നിങ്ങൾ ഈ ഒരു ആദ്യമായിട്ടാണോ എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് +1 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ്റ്റ് എന്നുള്ളത് ഇവിടെ എഴുതുക. ഇനി നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, അതായത് +2 ആണ്, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളത് സെക്കൻഡ് എന്ന് എഴുതിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ സെക്കൻഡ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 ഇയേഴ്സിൻ്റെ ഭാഗമായിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. +1 +2 റെഗുലറായിട്ട് പഠിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കോൾ കെയർ വഴിയോ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ യെസ് എന്ന് എഴുതുക. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ പേരും സിഗ്നേച്ചറും നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരും സിഗ്നേച്ചറുമാണ് ഇടേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്, അതായത് ഈ ഒരു ഫോം നിങ്ങൾക്ക് ഓൾറെഡി ഫില്ല് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഫീസും പരീക്ഷാ ഫീസും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം, അതായത് ഇനി വൈകി വരുന്ന ദിവസങ്ങളിൽ ഫൈൻ ഉണ്ടാവും. ഇന്നാണ് ഫൈൻ ഇല്ലാത്ത ദിവസം, അത് നവംബർ 18 ഈ ഒരു ഫൈൻ കൂടാതെയുള്ള ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പിന്നീട് വരുന്ന 20-ാം തീയതി വരെ ഈ ഒരു 20 രൂപ ഫൈൻ അടക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫൈൻ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ഫൈൻ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫീസ് അടച്ച് നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്കോൾ കെയർ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെമ്മോയുടെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ +1 ആദ്യമായിട്ടെല്ലാം മറ്റ് +2 അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻറ്റ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പരീക്ഷ എഴുതിയ എക്സാമിൻ്റെ ഒരു മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാകും, അതിൻ്റെ കോപ്പിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി നിങ്ങൾക്ക് എടുക്കാം. അതായത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ എക്സാം എഴുതിയ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് കൊണ്ടുപോകേണ്ടത്. ഹാൾ ടിക്കറ്റ് പ്രത്യേകിച്ച് നിർബന്ധമല്ല, അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അത് പ്രത്യേകിച്ച് ആവശ്യമില്ല. മാർക്ക് ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.